RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സംഘടനാപരമായ ചില കാര്യങ്ങളുണ്ട്, ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ തീരുമാനങ്ങൾ സംഘടനാപരമായിട്ടല്ല എടുത്തത് എന്നുള്ളതാണ് പ്രശ്നം. അതിൽ ഭൂരിപക്ഷാടിസ്ഥാനത്തിലാണ് ഓരോ തീരുമാനങ്ങളും എടുക്കുക. അതിൽ ഭൂരിപക്ഷം കിട്ടിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയില്ല. ഒരാൾ സ്വേച്ഛാധിപത്യപരമായി ഒരു സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. ആർക്കാണ് നീതി നിഷേധിക്കപ്പെട്ടത്? നീതി നിഷേധിക്കപ്പെട്ട ആള് ഭൂരിപക്ഷം കിട്ടിയ ആളാണ്. ഇത് കാർത്തിക് പ്രേമചന്ദ്രൻ. അപ്പൊ അതില് ഇപ്പൊ നിലവില് അപ്പൊ ഇതിന് എന്താണ് നിങ്ങൾക്ക് ആർക്കെതിരെയാണ് നിങ്ങളുടെ രോഷവും പരാതിയും? സംഘടനാപരമായ എടുത്ത തീരുമാനം, ആ തീരുമാനത്തെ അട്ടിമറിക്കുന്നതിനെതിരെയാണ് എന്റെ രോഷം. എന്റെ എല്ലാ രീതിയിലുമുള്ള അതിനോടുള്ള എതിർപ്പ് അങ്ങനെ തന്നെയാണ്. സംഘടനാപരമായി എടുക്കേണ്ട കാര്യങ്ങൾ എടുത്തില്ല. അതിൽ സ്വേച്ഛാധിപത്യപരമായ സമീപനം ഷിബു ബേബി ജോൺ അല്ലാതെ ആര്? അതിനൊരു മാറ്റവും ഇല്ല. അത് തന്നെയാണ് എനിക്ക് പറയാൻ. ഇനി അടുത്ത ഭാവി രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. RSPയിൽ നിന്നും രാജിവെച്ചു എന്നുള്ളത് മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പുറത്തേക്ക് തന്നെയാണ്. RSPയിലേക്ക് ഇനി ഇല്ല. തീർച്ചയായും പുറത്തേക്കാണ്. ഏതിലേക്ക് പോകണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആൾക്കാരുമായി ബന്ധമുണ്ട്, എല്ലാവരുമായി സൗഹൃദമുണ്ട്. ആ സൗഹൃദമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് ശരിയെന്ന് തോന്നുന്നതിന്റെ കൂടത്ത് നിലവില് AICCനോടും ഒക്കെ ഗുഡ് ബൈ അടിച്ചു. എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞു. ആരുടെയും നിലപാടിനോട് യോജിക്കാൻ എനിക്ക് കഴിയുന്നില്ല, സംഘടനാപരമായി കഴിയുന്നില്ല. ഒരുപക്ഷെ ഇടതുപക്ഷം വിട്ട് വലതുപക്ഷത്തിലേക്ക് പോയപ്പോഴും എനിക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത്. എന്നിട്ട് പോലും RSPയോടൊപ്പം ഞാൻ നിന്നു. RSPയോടൊപ്പം നിന്നു, ഇത്രയും കാലം സഞ്ചരിച്ചു. പക്ഷേ ഒരു നിലപാട് പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. സംഘടനാപരമായി ഇനി ഈ സംഘടനയിൽ നിൽക്കുന്നതിൽ കാര്യമില്ല. ഈ സംഘടനയെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ, ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ എടുത്താൽ, ഈ സ്വേച്ഛാധിപതിയായ നേതാവ് അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുമായി വരികയാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ തയ്യാറാകുന്ന, അതിന് വിധേയപ്പെടുവാൻ തയ്യാറാകുന്ന ഒരു സംഘമായി RSP മാറി. അതുകൊണ്ട് ഇതിനോട് യോജിക്കാൻ കഴിയും. പണം ഇതിന് പ്രശ്നം തന്നെയുണ്ട്. പണവും അധികാരവും പണവും ഇല്ലാതെ ഇന്ന് ഈ കാലത്ത് ജീവിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമായി മാറുന്നു, അല്ലെങ്കിൽ മാറ്റി തീർക്കുന്നു എന്നുള്ളതാണ്. ആ മാറ്റി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പണമുള്ളവനാണ്. പണമുള്ളവൻ അങ്ങനെ മാറ്റി തീർക്കാൻ ശ്രമിക്കുമ്പോൾ നീതിക്ക് വേണ്ടി, ശരിക്ക് വേണ്ടി ഒരു നിലപാടെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിനോട് വിട പറയാൻ തീരുമാനിച്ചത്.